വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഒരുമിച്ചിരുന്നിട്ട് ഒരു ഇൻട്രോ പറയാം. യാഷിയുള്ളൊരു ഇൻട്രോ. യാഷി ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് യാഷി ചെറുതായിരുന്നു അന്നേരം അല്ലേ? അതെ. ഇപ്പൊ ഹലോ ഗായ്സ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഇൻട്രോ പറഞ്ഞിട്ട് യാഷിയുടെ പാട്ടിന് പോയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എനിക്ക് ഓഫ് ഞാൻ എടുത്തു. ഏട്ടൻ കുറച്ച് ദിവസമായിട്ട് ലീവ് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഫുൾ നമുക്ക് അമ്പലങ്ങളിലേക്ക് മാറ്റി വെക്കാം. കുറെ നാളായിട്ട് അമ്പലങ്ങളൊക്കെ പോയി ഒരുമിച്ച് അമ്പലങ്ങളിൽ പോയിട്ട് കുറേ ഏട്ടൻ ഭാഗത്തിന്റെ ഭാഗത്ത് എറണാകുളത്ത് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുമിച്ച് എപ്പോഴും പോകാനുള്ള ഒരു സാഹചര്യമല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ശരി, അതും ഒരു അമ്പലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം അമ്പലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ പുലർച്ചെ എണീറ്റ് നമ്മൾ റെഡിയായി പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ഫസ്റ്റ് നമ്മൾ ആറ്റുകാൽ, അതിനുശേഷം പഴവങ്ങാടി അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ നിന്റെ ഇടയിൽ ഒരാളുണ്ട് കേട്ടോ, അത് മറന്നുപോയി പറയാൻ. ഓക്കെ, അപ്പോൾ പിന്നെയും ശരി, ബൈ. യെസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. യാശുവിന് എന്താ പ്രശ്നം? എന്താ അവന് ബിൽഡിംഗ് ബ്ലോക്സ് വേണത്ര. അവിടെ ഫ്രണ്ടിലാണ്. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ പോയി പഴവങ്ങാടി വന്നേ. പഴവങ്ങാടി പോയി തിരിച്ചിട്ട് പുറത്തിറങ്ങിയത് ചെരുപ്പ് കാണുന്നില്ല ഗായ്സ്. പോയി ഗായ്സ്. ഞാൻ പിന്നെ തിരിച്ച് വീടെത്തുന്നവരും ചെരുപ്പില്ലാതെയാണ് നടന്നത്. എന്ത് ചെയ്യാനാ? ഞങ്ങളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ കൈ ഇങ്ങനെ നീട്ടുന്നത് ഞങ്ങൾ ഈ ഇടയിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൈ നീട്ടുമ്പോൾ അവൾ വന്ന് കയ്യിലൊക്കെ പിടിച്ച് പോകുന്നതാണ് വിചാരിച്ചത്, ഞാൻ പറയാതെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. എന്താ ടോയ്സോ? ഇതാണോ വേണ്ടത്? ഓക്കെ, പോകുമ്പോൾ വാങ്ങി തരാം കേട്ടോ. ഇവിടെ നോക്ക്, ഇഷ്ടായാ? യാഷിനും ടോയ്സ് ഒന്നും ഇല്ല, പഠിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിത്തരാം. ABCD ഒക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിത്തരാം. വീട്ടിലുണ്ട്. അതെ, പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങാം. അവിടെ വെച്ചേ. ആ, ഒടുക്കത്തെ വെയില്. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അവിടെ തിരക്കായിരുന്നു. അതിന് മുന്നേ കുറച്ച് ഭയങ്കര തിരക്ക്. അപ്പോൾ ഇവളാണ് എല്ലാത്തിനും കാരണം. ഒന്നുമല്ല, നാടൻ അവിടെ മെയിനായിട്ട് അടയ്ക്കാറ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയിട്ട് കാര്യമില്ല. പിന്നെ അവനാണ് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലേ? വൈകിട്ട് വരാം നമുക്ക്. ഇതുണ്ടോ, മീനുണ്ടോ? ഇത് ഫുൾ മീനാണോ? 5 അല്ല, കുറേ ഉണ്ട്. ഇതുണ്ടോ മീനും പ്രാവും കൂടെ ഫുൾ മീൻ. ഇവിടെ ഒന്നും ഉള്ളതാ. ഈ പൊരി വിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു, ഇതിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പൊരി മീനിന് വേണ്ടിയിട്ടാണോ?
വേർത്ത് കുളിച്ചു. നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട് അത്യാവശ്യം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. നല്ല വിശപ്പായതുകൊണ്ട് ഫുഡൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന ഉടനെ വെച്ചലക്കി. ക്ഷീണിതനായി ഇരിക്കുന്ന യാഷി. അപ്പോൾ ഞങ്ങൾ മഴയായിട്ട് നിൽക്കും. മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങും. നമുക്കിനി നേരെ വീട്ടിലേക്കല്ലേ. ഇത്ര നേരം വെയിൽ, ഹെവി ചൂട്, ഫുഡ്, മഴ, ഹെവി റെയിൻ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പിന്നെ അപ്പൊ ഞങ്ങൾ അങ്ങനെ കോപ്പിറൈറ്റ് വരുമോ പാട്ട്? എന്ത് കഴിക്കാൻ പോവാ? അപ്പോൾ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞങ്ങൾ ഓൺ വോയിസ് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം മഴ ഒന്ന് ലേശം കുറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ പോയി. ഡ്രസ്സൊക്കെ നനഞ്ഞു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ ഈ കോട്ട് എത്രയൊക്കെ കോട്ടൊക്കെ ഇട്ടാലും ഈ പറഞ്ഞ പോലെ വെള്ളം അതീതിയൊക്കെ കയറി ഡ്രസ്സൊക്കെ നനഞ്ഞ്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ യാശുവിന് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു അവൻ്റെ അടുത്ത് അറിയാതെ പറഞ്ഞു പോയി ബിരിയാണി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അവനത് ഓർത്ത് വെച്ച് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ ശരി എന്നാൽ പിന്നെ കഴിക്കാം, പുറത്തുനിന്നാവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തലപ്പാക്കറ്റ് ബിരിയാണി, ഇവിടെ ദണ്ഡിക്കൽ സംഭവം ഒത്തിരി ഫേമസ് ആണത്. നല്ല നല്ല ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി. ഇവിടെ ഞങ്ങൾ ഇതെടുക്കുമ്പോഴേ യാഷു അവിടെ പോസ് ചെയ്യാണ്. അവൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യാണ്. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും ആരാധകന്മാരുണ്ടാവോ? ഫുഡ് വന്ന ഉടനെ പ്ലേറ്റിൽ തട്ടി. കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പ്. കമോൺ, പതുക്കെ കയറുമോ? പതുക്കെ കയറണേ. നോക്കട്ടെ, കയറുമോ നോക്കട്ടെ. അതൊക്കെ ആശു സെറ്റാണ്. സ്മാർട്ട് ബസാറിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ പല്ലൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടില്ല. അത് മതി തല ഉടയ്ക്കാനൊക്കെ. നന്ദ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിങ്ങനെ നടക്കുകയാണ് അല്ലേ? ആശു എവിടെ? എന്താ ഇതാ അയൺമാൻ സൂപ്പർമാനൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. കൊടുത്തോ, നീ പേ ചെയ്തോ. ഇത് വെള്ളം പിടിക്കില്ലടോ. ഇത് കണ്ടോ? ഇത് യാശുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൽ ശരീരത്തിൽ തന്നെ നിൽക്കുക. ഇന്ന് ഇതോടെ വെച്ച് അടുത്തത് അതെ അതെ. യാശുവിന് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല കേട്ടോ. അവന് പറഞ്ഞ അവനത് ചെയ്യും. ഇപ്പൊ ഇനി അവിടെ പോയേ. അയ്യോ, യാശു എടുത്ത അതെടുത്ത തന്നെ. ഓ മൈ ഗാഡ്. പിന്നെ വാങ്ങാം കേട്ടോ. ഇത് പിന്നെ വാങ്ങാം. യാശു അത് ഓട്ടിച്ചേ ഇങ്ങോട്ടടാ. അവനെ ഓട്ടിക്കുമല്ലോ, പിന്നെന്താ. നോക്കട്ടെ. സ്പീഡിൽ പോ. അത് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്താലേ ഇത് പറ്റുള്ളൂ. അത് യാഷുവിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് 2 വീലുണ്ട്. ഇതിൽ സിംഗിൾ വീലല്ലേ ഉള്ളൂ, ഇവിടെ 1 വീലേ ഉള്ളൂ. അതുകൊണ്ടാണ് യാഷുവിന് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്. അതിൽ 2 വീലുണ്ട്. ബാക്കിലാണ് സിംഗിൾ വീല്.
അടുത്ത അവൻ അത് ഓടിച്ച് കാണിച്ചപ്പോഴേ അവൻ ഇതും കൂടെ ഒന്ന് ഓടിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ശരി, അപ്പോൾ ഇതും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് യശു ഉണ്ടോ നല്ല സ്പീഡിലാണ് യശു ഓട്ടിക്കുക. നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ അവൻ്റെ പൈസയില്ല, അമ്മൻ്റെ പൈസ മൊത്തം. അത് ബില്ലിങ്ങിൻ്റെ അവിടെ ക്യാൻസൽ ചെയ്താൽ മതി. എന്തൊക്കെയോ പറയാ പോയിരിക്കുകയാണ്, എന്താണാവോ. അവൻ്റെ ചോക്ലേറ്റ് എടുക്കാൻ പോയതാ. യേശു എന്താ അതാ എടാ ഇവിടെ തന്നെ പൊട്ടിച്ചവൻ. അയ്യോ, ഇനി ഡ്രസ്സിന്റെ സെക്ഷനിലാണ്. ഇനി ഇവിടെ നിൽക്കണോ? എവിടെ പോയാലും നീ വേഗം ചെയ്യ. മഴ പോകുന്ന വരെ സമയമുണ്ട്. അതിനുള്ള നോക്കാനുള്ള സമയമുള്ളൂ. ഇവിടെ ഒരാൾ കണ്ടോ അവൻ്റെ പണി. യേശു ഹായ് പറഞ്ഞേ. ഇതും കംപ്ലീറ്റ് അല്ല എന്നറിയാം. മൊത്തത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതും നിങ്ങൾ വിചാരിക്കും ഇൻട്രോയും കൺക്ലൂഷനും ഞങ്ങൾ ഒരേ ഡ്രസ്സിലെടുക്കുന്ന, ഇടയ്ക്ക് കുറെ ഡ്രസ് ചേഞ്ച് വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാ വീഡിയോസിന്റെയും കണ്ടന്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഇരുന്നിട്ട് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. പിന്നെ ഇന്നത്തെ പോക്കില് നമുക്ക് പോകാൻ പറ്റാത്ത വെച്ചാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ എത്തുമ്പോൾ ഒരു ടൈമായി. പിന്നെ അവിടുന്ന് അവിടുത്തെ പോലീസുകാർ പറഞ്ഞു നട അടയ്ക്കാറായി എന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരും. അത്യാവശ്യം ഉള്ളിൽ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ആ വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് അവനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ശരി വേണ്ട, നമുക്ക് പറയാൻ അത്ര വലിയ പത്മനാഭസ്വാമി ക്ഷേത്രമാകുമ്പോൾ എത്ര നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും എന്ന് അറിയത്തില്ല. അത്യാവശ്യം വഴിയിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് നമുക്ക് അറിയില്ലല്ലോ. കയറി കഴിഞ്ഞാൽ പിന്നെ യേശുക്ക് അകത്ത് നിന്ന് വിശന്ന് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് മാത്രം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. നമുക്ക് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന അവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 6 കിലോമീറ്റർ എന്തോ ഉള്ളൂ അമ്പലത്തിലോട്ട്. നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മള് ആ ട്രിപ്പിൽ പറയുന്നുണ്ട് വൈകിട്ട് പോവാന്ന്, പക്ഷെ അത് നമുക്ക് പറ്റില്ല. ഭയങ്കര മഴയായിരുന്നു അന്നോട്ട്. ഇവിടെ പൊതുവെ എല്ലാവരുടെയും മഴ സ്റ്റാർട്ടായി. നല്ല മഴയായിരുന്നു, ഇന്നും നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്. ഞാൻ പാലക്കാട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പാലക്കാടേക്ക് പോകാൻ നേരത്ത് ഞാൻ സോളോ ആയിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. പക്ഷെ അതും ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്സ് ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്റെ പഠിച്ചോ മാത്രമേ ഇടത്തുള്ളൂ, വേറൊന്നും ഇല്ല. അപ്പോ ഇപ്പോ ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് ഞാനിവിടെ എറണാകുളത്താണ്, നന്ദു വന്നിട്ട് ട്രിവാൻഡ്രത്തും. അപ്പൊ ഇനിയിപ്പോ ഞാനെന്തായാലും ഒരു 1.5-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ തിരിച്ച് ഇവിടെ എത്തുക എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ പുതിയ ഒരു പടം ഇറങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച്, റിലീസ്, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതിൻ്റെ തിരക്കായതുകൊണ്ട് ആണ് 2 മാസം എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരാമെന്നും വിചാരിക്കുന്നുണ്ട്. നമുക്ക് മഴയൊക്കെ മാറിയിട്ട് ഒരു ദിവസം പൊന്മുടി
വലിയ കാര്യം. ഇവിടെ ആരും കാണാത്ത സംഭവം. ഞങ്ങളെ പോകും, നമ്മളതൊരു വ്ളോഗാക്കും. നമ്മൾ പോയിട്ടുണ്ട്, ഒരു തവണ പോയിട്ടുണ്ട്. യാശ് കുഞ്ഞതായിരുന്നു. യാശിക്ക് 2 വയസ്സ് പോലും ആവാത്തപ്പോഴാണ് പൊന്മുടി പോയിരിക്കുന്നത്. അപ്പൊ അവനിപ്പൊ പോയാൽ അവന് ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുമ്പോ വാട്ടർ തീം പാർക്കൊക്കെ കാണുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോ ഞാൻ തിരുപ്പൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ പോവാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ യാശ് നല്ല ചെറുതാണ്. അപ്പൊ ഇപ്പൊ അവൻ വീഡിയോസ് കാണുമ്പോ അബ്ബ എന്നെ ഇവിടെ കൊണ്ടുപോകും, അബ്ബ എന്നെ ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ പോവാം. അപ്പൊ നമ്മള് ഇനിയിപ്പോ വഴിയെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിൽ മറക്കാണ്ട് ഓരോ ക്ലിപ്സ് എടുക്കാൻ നോക്കാം. പിന്നെന്താ, ആ വ്ളോഗിങ് ഞങ്ങൾ തിരിച്ചങ്ങനെ ആഴ്ന്നിറങ്ങി വന്നിട്ടില്ല പണ്ടത്തെ പോലെ. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ പിന്നെ പഴയ വ്യൂസ് അങ്ങോട്ട് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറെ നാളായാലും ഇട്ടിട്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ പോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. പിന്നെന്താ, അപ്പൊ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് വഴി ചോദിക്കാൻ, നമുക്ക് അതിനോട് റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. പിന്നെന്താ, അപ്പൊ നെക്സ്റ്റ് ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് അയച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.